everyone, welcome to Kids Area Online. Class 4 Maths ഓണം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഗണിതം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ആൻസേഴ്സ് നോക്കണ്ടേ? ഓക്കെ, ക്വസ്റ്റ്യനും ആൻസേഴ്സും നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ് നൽകുന്നുണ്ട്. അതിൻ്റെ അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ടാകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം. അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. അതിനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ലുക്ക് അറ്റ് ദ ജിയോമെട്രിക്കൽ ഷേപ്സ് ഇൻ മിത്രാസ് മാത്സ് ലാബ്. മിത്രയുടെ മാത്സ് ലാബിലുള്ള ജിയോമെട്രിക്കൽ ഷേപ്സ് ആണ്. കൗണ്ട് ഈച്ച് ജിയോമെട്രിക്കൽ ഷേപ്പ് ആൻഡ് റൈറ്റ് ദെയർ നമ്പേഴ്സ്. ഓരോന്നും കൗണ്ട് ചെയ്ത് എത്ര എണ്ണമാണെന്ന് എഴുതുക. ഫസ്റ്റ് വൺ കോൺ ആണ്. കോൺ എത്ര എണ്ണം ഉണ്ട്? 1 2 3 1 2 3 4 ആണ് ആൻസർ. നെക്സ്റ്റ് വരുന്ന ക്യൂബ് ആണ്. ക്യൂബ് എത്രയുണ്ട്? 1 2 3. ക്യൂബ് 3 ആണുള്ളത്. നെക്സ്റ്റ് വരുന്നത് റെക്ടാങ്കുലർ ബ്ലോക്ക് ആണ്. റെക്ടാങ്കുലർ 1 2 ആണ് ആൻസർ. സ്ഫിയർ ഗോളം എത്ര ഉണ്ട്? 1 2 3 4 ആണ് ആൻസർ. നിമ ഹാസ് സ്ക്വയർ കാർഡ്സ് ഓഫ് ദ സെയിം സൈസ് ഇൻ ഹെർ മാത്ത് ബോക്സ്. ഹൗ മെനി ഓഫ് ദം ക്യാൻ ഷീ യൂസ് ടു മേക്ക് വൺ ലാർജ് സ്ക്വയർ? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നിമ സ്ക്വയർ സെയിം സൈസിലുള്ള സ്ക്വയർ കാർഡാണ് ഉണ്ടാക്കുന്നത്. സ്ക്വയർ കാർഡ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നിമയുടെ മാത്സ് ബോക്സിൽ ഒരേ വലിപ്പത്തിലുള്ള സമചതുര കാർഡുകളാണ് ഉള്ളത്. ഒരു വലിയ സമചതുരം ഉണ്ടാക്കാനായിട്ട് ഇതിൽ എത്ര കാർഡുകൾ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ സമചതുരം എന്ന് പറയുമ്പോൾ ഇതാണ് സ്ക്വയർ കാർഡ്. എത്ര എണ്ണം ഉപയോഗിക്കാം? ഇവിടെ 3 × 3 വരുന്നത് മാത്രം ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ 3 × 3 2 × 2 ഇല്ല, 3 × 3. അപ്പോൾ വരുന്നത് ഏതാണ്? 9 ആണ് ആൻസർ. 3 × 3 9 ആണ് ആൻസർ. Activity 2A, let's draw. Look at the number written by Mia on her number card. നമ്പർ കാർഡിൽ എഴുതിയ നമ്പർ 9876. അപ്പോൾ അതെങ്ങനെ എഴുതാം? 9876 നമ്പറിലെ ഫിഗേഴ്സിൽ എഴുതാനാണ്. അറേഞ്ച് ഇറ്റ് ഓൺ ദ അബാക്കസ്. അബാക്കസിൽ ചെയ്യുമ്പോൾ 1000ൽ വരുന്നത് 9. അപ്പോൾ 9 ബീറ്റ്സ് വരയ്ക്കുക. 100ൽ വരുന്നത് 8. അപ്പോൾ 8 ഇവിടെ വരയ്ക്കുക. 10ൻ്റെ അവിടെ 7. അപ്പോൾ 7 വരയ്ക്കുക. 6ൻ്റെ അവിടെ 1ൻ്റെ അവിടെ 6. ഓക്കെ, 9876 ഇങ്ങനെയാണ് അബാക്കസിൽ വരയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് സി ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ മിയ ക്യാൻ അറേഞ്ച് ഓൺ ദ അബാക്കസ് യൂസിങ് ദ സെയിം നമ്പർ ഓഫ് ബീറ്റ്സ്. ഇവിടെ നമ്പർ ഓഫ് ബീറ്റ്സ് എന്ന് പറയുന്നത് 30 ബീറ്റ്സ് ആണ്. 9876. അതിൽ 30 ബീറ്റ്സ് ആണുള്ളത്. 30 ബീറ്റ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത്. 4-digit നമ്പർ. അപ്പോൾ ഇവിടെ വരുന്ന 9, ആദ്യത്തേതിൽ 1000ൽ 9 കൊടുക്കാം, 100ൽ 9 കൊടുക്കാം, 10ൽ 9 കൊടുക്കാം, ലാസ്റ്റ് 3 കൊടുക്കാം. അപ്പോൾ 9993 ആണ് ഉണ്ടാക്കാൻ കഴിയുന്ന 30 ബീറ്റ്സ് വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ. ഡി ക്വസ്റ്റ്യൻ. ബിനു യൂസ്ഡ് 10 beats on the abacus to arrange all the numbers between 9000 and 10000. Which of the following statement about the largest number and the smallest number is correct? ഇവിടെ 9000നും 10000നും ഇടയിലുള്ള 9000നും 10000നും ഇടയിലുള്ള സംഖ്യകൾ ഉണ്ടാക്കാൻ വേണ്ടി ബിനു 10 ബീറ്റ്സ് ആണ് ഉപയോഗിച്ചത്. ബിനു യൂസ് 10 ബീറ്റ്സ്. 9000നും 10000നും ഇടയിലുള്ള സംഖ്യകൾ ഉണ്ടാക്കാൻ വേണ്ടി ബിനു 10 ബീറ്റ്സ് ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ ആ 10 ബീറ്റ്സ് വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 10 ബീറ്റ്സ് വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന 9000 10000 ഇടയിലുള്ള നമ്പർ ഉണ്ടാക്കണം. അതങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള പ്രസ്താവനയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് 1000 ലെസ് ദാൻ ദ ലാർജസ്റ്റ് നമ്പർ. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇത് ചെയ്ത് നോക്കണം. 10 ബീറ്റ്സ് വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ 9100. ഏറ്റവും ചെറിയ നമ്പർ 9001. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് 99 ആണ്. ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് 1000 ലെസ് ദാൻ ലാർജസ്റ്റ് നമ്പർ. നോ, തെറ്റാണ്. ദ ലാർജസ്റ്റ് നമ്പർ ഈസ്
99 ഗ്രേറ്റർ ദാൻ ദ സ്മോളസ്റ്റ് നമ്പർ. ചെറിയ സംഖ്യകളും 99 കൂടുതലാണ് വലിയ സംഖ്യയ്ക്ക്. ശരിയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഓക്കെ. ആക്ടിവിറ്റി 2B റെക്റ്റാങ്കിളിനെ കുറിച്ചാണ്. മാച്ച് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ റെക്റ്റാങ്കിൾ ബൈ ഡ്രോയിങ് ലൈൻസ് ടു ദ പിക്ചർ. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് റെക്റ്റാങ്കിളിലോട്ട് വരച്ച് ചേർക്കുക, ചതുരത്തിലോട്ട് വരച്ച് ചേർക്കുക. എ റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ് ആൻഡ് 4 കോർണർ. റെക്റ്റാങ്കിളിന് 4 സൈഡ് ഉണ്ട്, 4 കോർണർ ഉണ്ട്. കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തത് റെക്റ്റാങ്കിളിലോട്ട് വരയ്ക്കുക. ഓൾ ദ 4 സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിന് 4 വശവും തുല്യമാണ്. തെറ്റാണ്. ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തുല്യമാണ്, എതിർവശങ്ങൾ തുല്യമാണെന്നാണ് പറയുന്നത്. ശരിയാണ്. അപ്പോൾ ഈ മൂന്നാമത്തതും അതിലേക്ക് വരച്ച് ചേർക്കുക. ബി ക്വസ്റ്റ്യൻ. എ പീസ് ഓഫ് വൂളൻ ത്രെഡ് ഈസ് പേസ്റ്റഡ് അലോങ് ഓൾ 4 സൈഡ്സ് ഓഫ് എ സ്ക്വയർ. The total length of the woolen thread is 20 centimeter. What will be the length of one side of the square? ഇവിടെ 20 സെൻറ്റിമീറ്ററുള്ള നൂല് ഇങ്ങനെ 4 ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ സ്ക്വയറിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വയ്ക്കുകയാണ്. ഇത് 4 കൂടി കൂട്ടുമ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ ഒരു സൈഡിലുള്ളത് എത്രയാണ്? അപ്പോൾ 20 ആണെങ്കിൽ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരിക? 20 ഡിവൈഡഡ് ബൈ 4 വരും. അപ്പോൾ എന്താ വരിക? 5 സെൻറ്റിമീറ്റർ. ഇവിടെ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4 വശവും തുല്യമായിരിക്കും. അപ്പോൾ 5, 5, 5, 5. അപ്പോൾ എന്തായി? 20 ആയി. അപ്പോൾ ഒരു സൈഡ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു ഉത്തരം എഴുതാനുള്ള ബോക്സാണ്, ഇതൊരു സ്ക്വയർ അല്ല കേട്ടോ. സി ക്വസ്റ്റ്യൻ. ഡോട്ട്സ് ആർ പ്ലേസ്ഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ്. ഇഫ് യു ജോയിൻ ദ ഡോട്ട്സ് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി, ഹൗ മെനി സ്ക്വയർസ് ക്യാൻ ബി ഫോംഡ്? ഇവിടെ ഇത്രയും കുത്തുകൾ തന്നിട്ടുണ്ട്, ഡോട്ട്സ് തന്നിട്ടുണ്ട്. ഇത് വെച്ച് എത്ര സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. 1, 2, 3, 4. കാരണം എല്ലാം തുല്യമായിരിക്കണം. അപ്പോൾ 4 സ്ക്വയർ ആണ് ഉണ്ടാക്കാൻ പറ്റുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ് ക്യാൻ നോട്ട് ബി യൂസ് ടു ഡ്രോ എ സ്ക്വയർ? ഇതിൽ സ്ക്വയർ 4 വശവും തുല്യമായിരിക്കണം. സ്ക്വയർ വരയ്ക്കാൻ പറ്റാത്ത അളവ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സമചതുരം വരയ്ക്കാൻ പറ്റാത്തത് 4 വശവും തുല്യമായിരിക്കണം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. അപ്പോൾ ഇതിനൊരു ആൻസർ ഇവിടെ കിട്ടിയിട്ടില്ല. ആക്ടിവിറ്റി 3 പ്ലാനറ്റോറിയം. 21 children of a class from Malakad LP School came to visit the planetarium. The entry tickets of the children standing in a line are numbered consecutively. The entry ticket number of the children standing at the end of the line is 2020. Then ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന കുട്ടി 2020 ആണ്. വാട്ട് ഈസ് ദ എൻട്രി ടിക്കറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ്? 21 കുട്ടികളാണ് പോയിട്ടുള്ളത്. ഓക്കെ. ക്ലാസ് 4 നിന്ന് 21 ചിൽഡ്രൻ. അപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? 2020 മൈനസ് 21 പ്ലസ് 1. ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ കൂടെ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര കുട്ടികളാണ് പോയത് അത് കുറയ്ക്കണം, എന്നിട്ട് 1 കൂട്ടണം. അപ്പോൾ എന്തായി? 2000 ആണ് ആൻസർ. വാട്ട് ഈസ് ദ എൻട്രി ടിക്കറ്റ് നമ്പർ ഓഫ് ദ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലൈൻ? അതിൻ്റെ മിഡിൽ നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വരിയുടെ നടുവിൽ നിൽക്കുന്നത് 11ാമത്തെ കുട്ടിയുടെ എങ്ങനെ വരും? 2020 പ്ലസ് 11 മൈനസ് 1, 2010 ആണ് ആൻസർ. The money given to buy the entry ticket includes 10 100 rupee notes, 10 10 rupee notes and 11 1 rupee coins. How much was spent for the entry ticket? 10 100 rupees. അപ്പോൾ 1000 ആയി. 10 രൂപ 100 ആയി. 11 അപ്പോൾ 11 ആയി. അപ്പോൾ എത്ര വരും? 1111 ആണ് ആൻസർ. 3000 rupees was spent for lunch. Only 10 notes were given to pay the bill. Complete the table by writing the denominations and the number of notes used. 3000 രൂപയാണ് ലഞ്ചിന് വേണ്ടി ചിലവായത്. 10 നോട്ടുകളാണ് അവർ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നോട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? അവ എത്ര എണ്ണം വീതമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 3000 രൂപയാണ്. അപ്പോൾ എങ്ങനെ വരും? 500ൻ്റെ 5 നോട്ട് കൊടുത്താൽ 2500, 100ൻ്റെ 5 നോട്ട് കൊടുത്താൽ 500. അപ്പോൾ 5 5 10 നോട്ടായി. 500ൻ്റെ 5 നോട്ടാകുമ്പോൾ 2500, 100ൻ്റെ 5 നോട്ടാകുമ്പോൾ 500, ടോട്ടൽ 3000. അപ്പോൾ 505 105. Activity 4A, let's play and win. The class 4 students of Ayanimala School are playing a game using number cards. Each player can pick up any 2 from the cards given below.
The player who gets a total of 1000 wins the game. Fatima, Teja and Rahina won the first round. Each of them took different pairs of cards. Write the cards picked up by each of them in the boxes given below. ഇവിടെ ഫസ്റ്റ് റൗണ്ടിൽ ഒരു കുട്ടിക്ക് 2 കാർഡ് എടുക്കാം. പക്ഷേ ആ കാർഡ് എടുക്കുമ്പോൾ 2 കാർഡുകൾ നമ്മൾ കൂട്ടുമ്പോൾ 1000 കിട്ടിയാൽ ആ കുട്ടി ജയിക്കും. അങ്ങനെയാണ്. അങ്ങനെ 3 പേർ ജയിച്ചു. രഹന, തേജ, ഫാത്തിമ. അങ്ങനെയാണെങ്കിൽ രഹന ഏതൊക്കെ കാർഡ് എടുത്തപ്പോഴായിരിക്കും 1000 കിട്ടിയിട്ടുണ്ടാവുക, തേജ ഏതൊക്കെ കാർഡ് എടുത്തപ്പോഴേക്കും 1000 കിട്ടിയിട്ടുണ്ടാവുക, ഫാത്തിമ ഏതൊക്കെ കാർഡ് എടുത്തപ്പോഴേക്കും 1000 കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ ആരെടുത്തു എന്നത് പ്രസക്തമല്ല, ഏതൊക്കെ നമ്പേഴ്സ് എടുത്തു നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ 365ഉം 635ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ 1000 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. 444ഉം 556ഉം എടുത്താൽ 1000 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. 700ഉം 300ഉം എടുത്തു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്, 1000 കിട്ടും. ഓക്കെ, അപ്പോൾ 365ഉം 635ഉം 444ഉം 556ഉം 700ഉം 300ഉം ഇങ്ങനെ എടുത്താൽ കൂട്ടുമ്പോൾ 1000 കിട്ടും. B question. Which of these statements about 10,000 is correct? 10,000 correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ? The sum of the smallest 4-digit number and the largest 4-digit number. Smallest 4-digit numberും largest 4-digit numberും കൂട്ടുമ്പോൾ 10,000 കിട്ടുമോ? കിട്ടുമോ? No. 1 added to the largest 4-digit number. ഏറ്റവും ലാർജസ്റ്റ് 4-digit number 1 ആഡ് ചെയ്താൽ കിട്ടുമോ? യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തത് കറക്റ്റ് ആണ്. There are 100,000 in 1000. ഇത് കറക്റ്റ് ആണോ? നോ. There are 100 hundreds in 10,000. കറക്റ്റ് ആണ്. അപ്പോൾ ശരി ഉത്തരം 2ഉം 4ഉമാണ്. അപ്പോൾ സി ആണ് കറക്റ്റ് ഉത്തരം, 2ഉം 4ഉം. കംപ്ലീറ്റ് ദ പാറ്റേൺ. ഇവിടെ 8,920, 8,940, 8,960, 8,980. അപ്പോൾ 20, 20, 20 ഇത് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. അപ്പോൾ 8,980യുടെ കൂടെ 20 കൂടുമ്പോൾ അപ്പോൾ എന്തായിട്ട് മാറും? 9,000 ആയിട്ട് മാറും. ഇവിടെ 8,980യുടെ കൂടെ 20 കൂടുമ്പോൾ 9,000 ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് 4B, Onam Fair. The income from the vegetable stall run by Oruma Kudumbasri unit at the Onam Fair is given in the table. ഇതിപ്പോൾ ഓണം വെജിറ്റബിളിൻ്റെ ഒരുമ കുടുംബശ്രീയുടെ വെജിറ്റബിൾ സെയിൽ നടക്കുവാണ്, വെജിറ്റബിൾ സ്റ്റോളാണ്. ഇതിൽ മൺഡേ അവർക്ക് 3,340 റുപ്പീസ് കിട്ടി, ട്യൂസ്ഡേ അവർക്ക് 3,048 റുപ്പീസ് കിട്ടി, വെനസ്ഡേ അവർക്ക് എത്ര കിട്ടി, തേഴ്സ്ഡേ എത്ര കിട്ടിയെന്ന് നോക്കാം. ഇവിടെ വെനസ്ഡേ ഇതെല്ലാ നോട്ട്സും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നറിയാവോ? 3,320. ഓക്കെ, ഇവിടെ 3,048 ആണ്, ഇവിടെ 3,320, ഇത് 3,333. അപ്പം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്ത് വരിക. അപ്പോൾ ഇതൊരു ഐഡിയ കിട്ടിയല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കാം നമുക്ക്. 3,340 മൺഡേ കിട്ടിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മച്ച് ഈസ് ദ ഇൻകം ഓൺ വെനസ്ഡേ? വെനസ്ഡേ കിട്ടിയ ഇൻകം ഏതാണ്? 3,320. അതിവിടെ എഴുതുക, 3,320. ഹൗ മച്ച് മണി വാസ് റിസീവ്ഡ് ഓൺ തേഴ്സ്ഡേ? തേഴ്സ്ഡേ കിട്ടിയ എത്രയാണ്? 3,333. വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് ഇൻകം? ഏതായിരുന്നു? മൺഡേ ആയിരുന്നു, 3,340. ഏൺഡ് മോർ ദാൻ 1,000 എവറി ഡേ. എല്ലാ ദിവസവും 1000-ൽ കൂടുതൽ രൂപ അവർക്ക് കിട്ടി. ഓൺ ഫ്രൈഡേ ദ ഇൻകം കൺസിസ്റ്റ് ഓഫ് 3 കറൻസി നോട്ട്സ്. എന്നാൽ വെള്ളിയാഴ്ചത്തെ വരുമാനം 3 കറൻസി നോട്ടുകൾ ചേർന്നതായിരുന്നു. ദ നമ്പർ ഓഫ് കറൻസി നോട്ട്സ് ആൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ ഇൻകം ആർ ഈക്വൽ. സം ഓഫ് ദ നമ്പർ ഓഫ് കറൻസി നോട്ട്സും ആ കിട്ടിയ ഇൻകത്തിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മും ഈക്വൽ ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഓൺ ഫ്രൈഡേ? ഇവിടെ 500ൻ്റെ 2 നോട്ടും 200ൻ്റെ 1 നോട്ടും കിട്ടിക്കഴിഞ്ഞാൽ 1,200, 1000-നേക്കാളും കൂടുതലായി, 1,200. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴോ എത്രയായി? ആൻസർ 3 ആയി. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 1,200. 1,200 ആണ് ആൻസർ കിട്ടുക. 3 നോട്ട് എടുത്തു, 500ൻ്റെ 2 നോട്ടും
200ൻ്റെ ഒരു നോട്ട്. അപ്പോൾ 3 നോട്ടുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 1200 കിട്ടി. അതിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ ആൻസർ 3. 3 നോട്ടും എടുത്തു, ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 3 എന്ന ആൻസർ കിട്ടി. ആൻസർ ഈസ് 1200. Leaves and numbers. Fill up the blanks on the leaves. ഇവിടെ 9750 ആണ്. 9750യെ എങ്ങനെ എഴുതാം? ഇവിടെ 1000 9075 tens. ഇവിടെ എങ്ങനെ എഴുതാം? 9750 ones. ഇവിടെ എങ്ങനെ എഴുതാം? 9705 tens. B question. How many tens should be added to 9750 to make it 10,000? ഇവിടെ 9750യുടെ കൂടെ 250 കൂട്ടുമ്പോഴാണ് 10,000 കിട്ടുക. അപ്പോൾ 250ൽ എത്ര ടെൻസ് ഉണ്ട്? 25 ടെൻസ്. Adil is playing with number cards and beads. Find the number using the clues on the card. The number is between 1700 and 1800. The sum of the digit in the thousands place and the digit in the ones place gives the smallest 2-digit number. The sum of the digits in the tens place and hundreds place gives the largest 1-digit number. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സൂചനയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 1700നും 1800നും ഇടയിലുള്ള നമ്പറാണ്. അടുത്ത് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് 1000 എന്ന് 1700ഉം 1800ൻ്റെ ഇടയിലാണ്. അപ്പോൾ നമുക്ക് 1000ൻ്റെ സ്ഥലത്തിൽ 1 ആയിരിക്കും, 100ൻ്റെ സ്ഥലത്ത് 7 ആയിരിക്കും. അത് നമുക്ക് ഉറപ്പിക്കാം. The sum of the digit in the thousands place and the digit in the ones place gives the smallest 2-digit number. ഇവിടെ പറയുന്ന 1000ൻ്റെയും 1ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങളുടെ തുക ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യയാണ്. അപ്പോൾ 10 - 1 9. ഇവിടെ 1 ആണ് കിട്ടുക. ഓക്കെ. ദ സം ഓഫ് ദ ഡിജിറ്റ് ഇവിടെ വരുന്നത് 10ൻ്റെയും 100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങളുടെ തുക ഏറ്റവും വലിയ ഒരക്ക സംഖ്യയാണ്. ഏറ്റവും വലിയ ഒരക്ക സംഖ്യയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ ഈസ് 1729. അപ്പോൾ 10ൻ്റെ സ്ഥലത്ത് വരുന്നത് 2 ആണ്, 1ൻ്റെ സ്ഥലത്ത് വരുന്നത് 9 ആണ്. നമുക്കിവിടെ കിട്ടും 10ൻ്റെ സ്ഥലത്ത് 2 ആണ് വരിക. 10ൻ്റെയും 100ൻ്റെയും സ്ഥാനത്ത് അക്കങ്ങളുടെ തുക ഏറ്റവും വലിയ ഒരക്ക സംഖ്യയാണ്. ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ 2 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 9 കിട്ടുന്നുണ്ട്. അപ്പോൾ 1729 ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ, 4ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് നല്ലതുപോലെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും ഇന്ന് വൈകിട്ട് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.